വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ മെലൺ ആൻഡ് ഫെറ്റ ചീസ് സാലഡിന്റെ റെസിപ്പി കാണാം. ഇന്നത്തെ ഈ സാലഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സ് ആണ്. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഈ ബോളിലേക്ക് ഇടാം. ആദ്യം എടുത്തേക്കുന്നത് വാട്ടർമെലൺ, ഇതേപോലെ ക്യൂബ് ചെയ്തേക്കുന്നതാണ്. ഇത് ഒരു 1.25 കപ്പോളം എടുത്തിട്ടുണ്ട്. ഒരു ആപ്പിൾ ക്യൂബ് ചെയ്തത്, പിന്നെ ഗ്രേപ്സ്, ഗ്രീനും ബ്ലാക്കും ഗ്രേപ്സ് ആണ്, സീഡ്ലെസ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. അത് വേണമെങ്കിൽ സ്ലൈസ് ചെയ്തിട്ട് ഹാഫായിട്ട് നേരെ നടുപ്പേ കട്ട് ചെയ്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഫുള്ളായിട്ട് തന്നെ ചേർക്കുകയാണ്. പിന്നെ ഒരു ക്യൂക്കമ്പർ, ഇതേപോലെ നേരെ നടുവേ കട്ട് ചെയ്തിട്ട് ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഒരു ക്യൂക്കമ്പറും കൂടെ ചേർക്കാം. ഒരു മീഡിയം സൈസിലുള്ള ക്യൂക്കമ്പർ എടുത്തേക്കുന്നത്. ഇനിയും ഒരു 10 ചെറി ടൊമാറ്റോസ് ഇതേപോലെ ഹാഫായിട്ട് സ്ലിറ്റ് ചെയ്തിട്ട് എടുത്തേക്കാണ്. ഇപ്പോൾ ചെറി ടൊമാറ്റോസ് ഇല്ല എങ്കിൽ നമ്മുടെ നോർമൽ ടൊമാറ്റോസ് തന്നെ ചെറുതായിട്ട് ക്യൂബ് ചെയ്തോ അല്ലെങ്കിൽ ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്താൽ മതിയാവും. ഇത് ചെറിയൊരു പഞ്ചൻ ഫ്ലേവർ കൊടുക്കാനായിട്ട് അണിയൻസ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള സവോള ഇതേപോലെ സ്ലൈസ് ചെയ്തേക്കുന്നതാണ്, അതുകൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ സാലഡ് ആകുമ്പോൾ നമുക്ക് സാലഡിന് ഫ്ലേവർ കൊടുക്കാനായിട്ടാണ് നമ്മൾ ഡ്രസ്സിങ് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഡ്രസ്സിങ് ഉണ്ടാക്കാം. സാലഡ് ഡ്രസ്സിങ്ങിനായിട്ട് 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, 1 ടേബിൾ സ്പൂൺ ബാൽസാമിക് വിനീഗറാണ്. ബാൽസാമിക് വിനീഗറിന് പകരം നിങ്ങളുടെ വേണമെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ സൈഡർ വിനീഗറോ പുളിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചേർക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ സോൾട്ട്, ഉപ്പ്, 2 ടീസ്പൂൺ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കോക്കനട്ട് ഷുഗറാണ്. അതിന് പകരം ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ തേനോ ഒക്കെ ഉപയോഗിക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സാലഡ് ഷേക്കറാണ്. അതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അടപ്പുള്ളൊരു കുപ്പിയിലേക്ക് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്താലും മതിയാവും. അപ്പോൾ സാലഡ് ഡ്രസ്സിങ് ഒഴിച്ച് നമ്മൾ കുറേ നേരം വെക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഉപ്പൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നൊക്കെ ഉള്ള വെള്ളം റിലീസ് ചെയ്യാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് എപ്പോഴാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ സാലഡ് ഡ്രസ്സിങ് ഒഴിക്കാൻ പാടുള്ളൂ. അത് വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട്, ഇപ്പോൾ നമ്മളൊരു ഡിന്നറിനൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇത് കവർ ചെയ്ത് ക്ലിംഗ് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എപ്പോഴാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് ആ സമയത്ത് സാലഡ് ഡ്രസ്സിങ് ഒഴിച്ച് സെർവ് ചെയ്യുക. പിന്നെ നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഫെറ്റ ചീസാണ്. ഫെറ്റ ചീസ് ക്രംബിൾ ചെയ്ത് മേലെ ഇടുക. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചീസാണ്. അത് ക്രംബിൾ ചെയ്തിടുക. ഞാൻ ഒരു 50 ഗ്രാംസോളമാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് മിൻറ്റ് ലീവ്സും കൂടി ഇടാം. നല്ലൊരു ഫ്ലേവറാണ് മിൻറ്റ് ഇതിൻ്റെ കൂടെ. നല്ല ഹെൽത്തി, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ് ഈ ഫെറ്റ ആൻഡ് മെലൺ സാലഡ്. അപ്പോൾ നമ്മളൊരു മീലൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടവർക്ക്, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ ഒരു ഫുൾ മീലായിട്ട് വേണം കഴിക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. അതുകൂടാതെ അല്ലെങ്കിൽ നമ്മളൊരു ഡിന്നറൊക്കെ ഹോസ്റ്റ് ചെയ്യുമ്പോഴോ അല്ല വീട്ടിൽ ഡിന്നർ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്റ്റാർട്ടറായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാം ഈ ഒരു സാലഡ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.